മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിൻ. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ട്രെയിൻ. അതിലൊരു ബോംബ് വെച്ചിരിക്കുന്നു. ട്രെയിൻ സ്പീഡ് കുറച്ചാൽ ബോംബ് പൊട്ടിത്തെറിക്കും. ട്രെയിനിൽ 350ഓളം ആൾക്കാർ, മറ്റു പല പ്രതിസന്ധികൾ, വേഗത ശാപമായ നിമിഷങ്ങൾ. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. 2025 ജാപ്പനീസ് ഭാഷയിൽ റിലീസ് ചെയ്ത സിനിമ ബുള്ളറ്റ് ട്രെയിൻ എക്സ്പ്ലോഷൻ. ഈ സിനിമയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ വെൽക്കം ബാക്ക്. ഈ സിനിമ തുടങ്ങുമ്പോൾ കുറച്ച് സ്കൂൾ കുട്ടികൾ ജപ്പാൻ റെയിൽവേ യാർഡിലേക്ക് വന്നിരിക്കുകയാണ് ബുള്ളറ്റ് ട്രെയിൻ കാണാൻ വേണ്ടി. അതായത് ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ട്രെയിൻ. അവർക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് ഫസ്റ്റ് ലൈൻ മാനേജറായ തക്കൈച്ചി അവിടെ ഉണ്ട്. ഈ തൊപ്പിക്കാരനെ കണ്ടില്ലേ, അയാളാണത്. ഈ നിർത്തിയിട്ടിരിക്കുന്ന പച്ച കളർ ട്രെയിനുകളുണ്ടല്ലോ, ഇതാണ് സംഭവം. ഇത് E5 സീരീസിൽ പെടുന്ന ഷിങ്കൻസൻ ട്രെയിനുകളാണ്. ഈ ഷിങ്കൻസൻ എന്ന് പറയുന്നതാണ് ബുള്ളറ്റ് ട്രെയിൻ. ഇതിന്റെ വേഗത മണിക്കൂറിൽ 320 കിലോമീറ്റർ ആണ്. അവർ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ കുട്ടികളെല്ലാവരും തന്നെ വളരെ ആകാംക്ഷയോടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുക്കുന്നുണ്ട്. ചിലരാണെങ്കിൽ മൊബൈലിൽ അതിന്റെ വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിനിന്റെ മൂക്ക് കണ്ടില്ലേ, ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതാണ് കപ്ലിംഗ് മെക്കാനിസം. മറ്റൊരു ബോഗിയായിട്ട് ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കേട്ട് മനസ്സിലാക്കി ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാണ് കുട്ടികൾ അവിടുന്ന് പിരിഞ്ഞത്. ഇനി കാണിക്കുന്നത് ഷിൻ അമോരി സ്റ്റേഷൻ. ആ കുട്ടികളെല്ലാവരും ഇവിടേക്കാണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഒരു ബുള്ളറ്റ് ട്രെയിനിൽ കയറിയിട്ട് അവർ തിരിച്ചു പോകും. ഈ സമയം തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ തക്കാഴ്ച ഉണ്ടല്ലോ, അയാൾ ഇപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുകയാണ്. കുട്ടികൾ പോകുന്ന ആ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടല്ലോ, അതിന്റെ ചീഫ് കണ്ടക്ടറാണ് അയാൾ. കൂടെയുള്ളവൻ ഫ്യൂജി, ഇവരുടെ ക്രൂവിലുള്ളതാണ്. ഇനിയിപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കുകയാണെങ്കിൽ ആൾക്കാർ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ട്രെയിൻ ഇപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. ഈ ട്രെയിനിന്റെ പേര് ഹയബുസ നമ്പർ 60. ടോക്കിയോയിലേക്കാണ് ഇത് പോകുന്നത്. അങ്ങനെ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിർത്തി. അതിന് തുറന്ന് തക്കായിച്ചി ഫ്യൂജിയും ട്രെയിനിലേക്ക് കയറി. എന്നിട്ട് അവരാണ് പുറകിലത്തെ ഡോർ തുറന്നു കൊടുക്കുന്നത്. ഇനി മാത്രമേ പാസഞ്ചേഴ്സിന് കയറാൻ സാധിക്കൂ. വളരെ അച്ചടക്കത്തോടെയുള്ള പരിപാടി. അങ്ങനെ ആൾക്കാരൊക്കെ ട്രെയിനിലേക്ക് കയറി കഴിഞ്ഞു. ഈ ട്രെയിനിൽ ഒരു ഹോസ്റ്റസ് ഉണ്ട്. അവളിപ്പോൾ അവളുടെ ട്രോളിയുമായിട്ട് ഉള്ളിലേക്ക് കയറി. എന്നിട്ട് ട്രോളിയിലെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ ട്രെയിനിന്റെ അകത്തെ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ചില VIP കളെ കാണാം. അതിലൊന്ന് ഈ വെളുത്ത പൊട്ടിയിട്ട സ്ത്രീ ഉണ്ടല്ലോ, അതാണ്. ഒരു MP ആയവരെ ആൾക്കാർ കളിയാക്കി ഷുഗർ മമ്മി എന്ന് വിളിക്കാറുണ്ട്. അതിനിടയിൽ ഒരു കോട്ടിട്ട തൊപ്പിക്കാരൻ വളരെ ധൃതി പിടിച്ചൊരു ബാഗുമായിട്ട് അകത്തേക്ക് നടക്കുന്നതാണ്. പക്ഷെ അതാരാണെന്ന് അറിയത്തില്ല. പിന്നെ ഈ നീല ബനിയനിട്ട് കണ്ണാടി വെച്ച ആളെ കണ്ടില്ലേ, ഇവന്റെ പേര് തൊഡോറോക്കി. ഇവനൊരു എഴുത്തുകാരനാണ്. കുറച്ച് ആൾക്കാർക്കൊക്കെ ഇവനെ അറിയാം. ഇനി കാണിക്കുന്നത് കൺട്രോൾ റൂം. എല്ലാവരും ഇന്നത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ കോട്ടിട്ട ചെറുപ്പക്കാരനെ കണ്ടില്ലേ, ഇയാളാണ് ജനറൽ കമാൻഡർ. ഇയാളുടെ പേര് കസാക്കി. അങ്ങനെ കറക്റ്റ് 3:17 ആയപ്പം നമ്മുടെ ഹയാബുസ ട്രെയിൻ അതിന്റെ യാത്ര തുടങ്ങി. ഈ ട്രെയിനിന്റെ ഡ്രൈവർ ഒരു ലേഡിയാണ്. ഇവളുടെ പേര് മോട്ടോ. കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ തക്കാഴ്ചയാണെങ്കിൽ ഏറ്റവും പുറകിലാണുള്ളത്. ഇനി കാണിക്കുന്നത് ടോക്കിയോ, അവിടുത്തെ കൺട്രോൾ റൂം. പതിവ് പോലെ തന്നെ കോൾ സെന്റർ സജീവമാണ്. അതിനിടയിൽ ഒരു ലേഡി ഒരു കോൾ അറ്റൻഡ് ചെയ്തു. എന്ന സംശയം ചോദിക്കാനല്ല ആ കോളർ വിളിച്ചിരിക്കുന്നത്, ഒരു ഭീഷണിയുമായിട്ടാണ്. നമ്മുടെ ഹയാബുസ ട്രെയിൻ ഉണ്ടല്ലോ, അതിൽ ബോംബ് വെച്ചിട്ടുണ്ട്. ട്രെയിനിന്റെ സ്പീഡ് അങ്ങാനും 100-ൽ കുറയാണെങ്കിൽ ബോംബ് പൊട്ടിത്തെറിക്കും. ഇത് മാത്രമല്ല, താൻ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി അമോരി റെയിൽവേ ലൈനിലുള്ള ഒരു ചരക്ക് ട്രെയിനിലും അയാൾ ബോംബ് വെച്ചിട്ടുണ്ട്. അതിന്റെ വേഗത 5 കിലോമീറ്റർ കുറഞ്ഞാൽ അതും പൊട്ടിത്തെറിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ കോളർ പറഞ്ഞു കഴിയുമ്പോൾ ആ ലേഡി അവളുടെ സൂപ്പർവൈസർ വിളിച്ചു. എന്നാൽ അയാൾ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും കോള് കട്ടായി. എന്താണ് ചെയ്യേണ്ടത് എന്നവർക്ക് രണ്ടുപേർക്കും ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. ഇനി കാണിക്കുന്നത് അമോരി റെയിൽവേ ലൈനാണ്. ആ ചരക്ക് ട്രെയിൻ ഇപ്പോൾ നിർത്താൻ വേണ്ടി അവിടുത്തെ സ്റ്റേഷനിലേക്ക് എത്തി. ഈ സമയം തന്നെ അവിടുത്തെ സ്റ്റേഷനിലേക്കും കോള് വന്നു, ട്രെയിനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി. പക്ഷെ കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞപ്പോഴേക്കും ആ ട്രെയിൻ മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. ഭാഗ്യത്തിന് ആ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊന്നും പറ്റിയില്ല. ഇനി കാണിക്കുന്നത് ജനറൽ മാനേജറെയാണ്. ഇദ്ദേഹത്തിന്റെ പേര് യോഷിമുറ. കൂടെയുള്ളത് സാധാ മാനേജർ. കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വളരെ ധൃതി പിടിച്ച് GM ഇപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. ആ ചരക്ക് ട്രെയിൻ പൊട്ടിത്തെറിച്ച വീഡിയോ ഫുട്ടേജ് ഒക്കെ അയാളിപ്പോൾ കണ്ടു. ശരിക്കും അയാൾ ഞെട്ടിപ്പോയി. അപ്പൊ ഹയാബുസയിലും ബോംബുണ്ട് എന്ന കാര്യം ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. അങ്ങനെ GM നേരെ ഹയാബുസയുടെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് കമാൻഡറായ കസാഗിയോടാണ് അയാളിപ്പോൾ സംസാരിക്കുന്നത്. GM ഇപ്പോൾ ആ ബോംബിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ട് കസാഗി ശരിക്കും ഞെട്ടിപ്പോയി. അയാളിപ്പോൾ നോക്കുമ്പോൾ ഹയാബുസയുടെ വേഗത 260 കിലോമീറ്റർ ആണ്. അങ്ങനെ GMുമായിട്ട് സംസാരിച്ചതിന് ശേഷം കസാഗി തന്റെ ടീമിന്റെ അടുത്ത് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. വേഗം തന്നെ ഹയാബുസയിൽ ATC ഓഫ് ചെയ്യണം. ഈ ATC എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ട്രെയിൻ കൺട്രോൾ. എന്നിട്ട് വേഗത 120ലേക്ക് ഫിക്സ് ചെയ്യണം. ഒരു കാരണവശാലും വേഗത താഴെ പോകരുത്. പിന്നെ എത്രയും പെട്ടെന്ന് ഹയാബുസയുടെ റൂട്ടിലുള്ള ബാക്കി എല്ലാ ട്രെയിൻ സർവീസും സസ്പെൻഡ് ചെയ്യണം. അത്രയും പറഞ്ഞതിന് ശേഷം കസാഗി മീറ്റിംഗ് പിരിച്ചുവിട്ടു. ഇതേ സമയം തന്നെ ഒന്നും അറിയാതെ നമ്മുടെ ഹയാബുസയാണെങ്കിൽ അതിന്റെ യാത്രയിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ടോക്കിയോയിലേക്ക് എത്താൻ 633 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ ട്രെയിൻ ഡ്രൈവറായ മോട്ടോയ്ക്ക് കോള് വന്നു. ആദ്യം ഒന്ന് പതറിയെങ്കിലും അവൾ സാഹചര്യം കയ്യിലെടുത്തു. ഏറ്റവും വേഗം തന്നെ ലിവർ താഴ്ത്തി ATC ഓഫ് ചെയ്തു. എന്നിട്ട് 260 സ്പീഡ് ഉണ്ടായിരുന്നത് 120ലേക്ക് കുറച്ചു.
ഈ സമയം തന്നെ കസാഗി ആണെങ്കിൽ ട്രെയിനിലുള്ള നമ്മുടെ തക്കായിച്ചിയെ വിളിച്ചു. അയാൾ പറയുന്നത് ട്രെയിനിൽ ബോംബുള്ള കാര്യമൊന്നും ഇതുവരെയായിട്ട് കൺഫേം ആയിട്ടില്ല, അതുകൊണ്ട് പാസഞ്ചേഴ്സിന്റെ അടുത്ത് ആ കാര്യം പറയണ്ട. ട്രെയിനിന് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ഇനി വരുന്ന സ്റ്റേഷനിൽ അത് നിർത്താൻ പറ്റത്തില്ല എന്ന് മാത്രം പാസഞ്ചേഴ്സിന്റെ അടുത്ത് അറിയിച്ചാൽ മതി. അങ്ങനെ ആ കോള് കട്ട് ചെയ്തതിനു ശേഷം തക്കായിച്ചി പാസഞ്ചേഴ്സിന് ഒരു അനൗൺസ്മെന്റ് കൊടുക്കുകയാണ്. അതായത് ട്രെയിനിൽ ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളത് കാരണം അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യത്തില്ല. ഒരു സ്റ്റേഷന്റെ കാര്യമായതുകൊണ്ട് പാസഞ്ചേഴ്സ് ആരും തന്നെ ബഹളമൊന്നും ഉണ്ടാക്കാൻ പോകുന്നുമില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. GM-ഉം കസാഗിയും പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീം എല്ലാവരും ചേർന്ന് കൺട്രോൾ റൂമിൽ ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. അതിനിടയിൽ ഹയാബുസയുടെ ATC ഓഫ് ചെയ്തു എന്ന് ആരും അവിടെ പറഞ്ഞു കേട്ടപ്പം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ഒരു ഡൗട്ട്. എന്താണ് ഈ ATC? ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് GM ആണ്. ATC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ട്രെയിൻ കൺട്രോൾ സിസ്റ്റം. എല്ലാ ബുള്ളറ്റ് ട്രെയിനിലും ഈ ഒരു സെറ്റപ്പ് ഉണ്ടാവും. അബദ്ധവശാൽ ട്രെയിനിന്റെ സ്പീഡ് അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് സ്പീഡ് കുറയ്ക്കും. ഏകദേശം എല്ലാ സ്റ്റേഷനിലെയും സ്പീഡ് ലിമിറ്റ് 75 കിലോമീറ്റർ ആണ്. ATC ഓൺ ആണെങ്കിൽ വേഗത 75-ൽ കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കുറഞ്ഞു വരും. ATCക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ലെങ്കിൽ മാത്രം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് GM വിശദീകരിച്ചു കൊടുക്കുന്നത്. ഇതേസമയം തന്നെ ട്രെയിൻ ആണെങ്കിൽ ഒരു ടണൽ കയറി ഇറങ്ങി 120 കിലോമീറ്റർ വേഗതയിൽ തന്നെ അതിൽ കടന്നു പോവാണ്. അതിന്റെ ഡ്രൈവറായ മോട്ടോയ്ക്ക് ATCക്ക് കുഴപ്പമൊന്നും ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥന മാത്രമാണ്. ഇനിയിപ്പോൾ ട്രെയിൻ ടോക്കിയോയിലേക്ക് എത്താൻ 595 കിലോമീറ്റർ ആണുള്ളത്. ഈ സമയം തന്നെ കുറച്ച് ആൾക്കാർ ഈ ട്രെയിൻ പിടിക്കാൻ വേണ്ടി ഒരു സ്റ്റേഷനിലേക്ക് വന്നു. എല്ലാവരും ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്താണ്. പക്ഷെ ട്രെയിൻ അവിടെ നിർത്തത്തില്ലല്ലോ. അതുകൊണ്ട് അവരെല്ലാവരും സ്റ്റേഷനിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ അനൗൺസ്മെന്റ് വന്നു, ടിക്കറ്റിന്റെ കാശൊക്കെ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും പറഞ്ഞിട്ട്. അതെല്ലാവർക്കും വല്ലാത്ത നിരാശയായിരുന്നു. അങ്ങനെ ട്രെയിൻ ഇപ്പോൾ സ്റ്റേഷനിലൂടെ അതേ വേഗത്തിൽ തന്നെ കടന്നുപോയി. ATC എങ്ങാനും ഓൺ ആയിരുന്നെങ്കിൽ അതിന്റെ വേഗത കുറഞ്ഞ് ട്രെയിൻ ഇപ്പോൾ പൊട്ടിത്തെറിച്ചേനെ. ഇതെല്ലാം കൺട്രോൾ റൂമിലുള്ള ആൾക്കാരും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവർക്കും സമാധാനമായി, ATCക്ക് കുഴപ്പമൊന്നുമില്ല. അതിനിടയിലാണ് വില്ലന്റെ കോള് വരുന്നത്. GM ആണ് സംസാരിക്കുന്നത്. വില്ലൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നല്ല ടെൻഷനിലാണല്ലേ എല്ലാവരും തന്നെ, പേടിക്കണ്ട, ടെൻഷൻ ഞാൻ മാറ്റാം. ആ ബോംബ് ഡീആക്ടിവേറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് പൈസ നിങ്ങൾ തരേണ്ടി വരും. ഒരു 100 ബില്യൺ, 1 ലക്ഷം കോടി. വില്ലൻ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം GM ഒന്ന് ഞെട്ടിപ്പോയി. 1 ലക്ഷം കോടിയോ? നീ എന്ത് തമാശ പറയാണോ? ഇത്രയും കാശ് പെട്ടെന്ന് എങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കും? അച്ചടിക്കാൻ പോലും പറ്റത്തില്ലല്ലോ. അറിയാം മിസ്റ്റർ, എനിക്ക് ഗവൺമെന്റിന്റെ പൈസ വേണ്ട. എനിക്ക് വേണ്ടത് ജനങ്ങളുടെ പൈസയാണ്. അതായത് ജപ്പാനിലെ ഓരോ മനുഷ്യരും 1000 വെച്ച് തന്നാൽ മതി. അങ്ങനെയാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാശ് റെഡിയാക്കിക്കോ എന്നും പറഞ്ഞിട്ട് വില്ലൻ കോള് കട്ട് ചെയ്തു. അങ്ങനെ GM-ഉം കൂട്ടരും ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രിയുടെ ഒരു സ്പെഷ്യൽ അഡ്വൈസർ അങ്ങോട്ട് വരുന്നത്. ഇവന്റെ പേര് സസാക്കി. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. എത്രയും പെട്ടെന്ന് ട്രെയിനിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പാസഞ്ചേഴ്സിനെ അറിയിക്കുക. പാസഞ്ചേഴ്സിനെ അറിയിക്കാനോ? അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കത്തില്ലേ? ടെൻഷനോടെയാണ് കസാക്കി അത്രയും ചോദിച്ചത്. പ്രശ്നം ഉണ്ടാക്കുവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ ഒരു വേഗതയിൽ ട്രെയിൻ ടോക്കിയോയിലെത്താൻ 5.5 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് കാര്യം നിങ്ങൾ പാസഞ്ചേഴ്സിനെ അറിയിച്ചാൽ ഈ സമയത്തിനുള്ളിൽ അവർ തന്നെ ആ ബോംബ് വെച്ചിനെ പിടിച്ചോളൂ. ഇതെന്റെ തീരുമാനമല്ല, ഗവൺമെന്റിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അറിയിച്ചേക്ക്, സസാക്കി തീർത്തും പറഞ്ഞു. അങ്ങനെ നിർദ്ദേശം കിട്ടിയതിനെ തുടർന്ന് ട്രെയിനിൽ തക്കായിച്ചി ഇപ്പോൾ ഫോൺ എടുത്ത് പാസഞ്ചേഴ്സിന് വിവരം കൈമാറുകയാണ്. അതായത് ട്രെയിനിൽ ബോംബ് വെച്ചിട്ടുണ്ട്. കേൾക്കേണ്ട താമസം എല്ലാവരും പാനിക്കായി മുള്ളിൽ നിൽക്കുന്ന അവസ്ഥ. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ തുടക്കത്തിൽ കണ്ട ആ കോട്ടിട്ട തൊപ്പിക്കാരനുണ്ടല്ലോ, അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇതൊന്നും ബാധിക്കുന്നില്ല. അതിനിടയിൽ ആ ഷുഗർ മമ്മിയും വേറൊരുത്തരും കൂടെ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായി, ഈ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അവസാനം തക്കായിച്ചി ഇടപെട്ടിട്ടാണ് ആ പ്രശ്നം സോൾവ് ചെയ്തത്. ഈ സമയം തന്നെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പുറത്ത് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ബോംബ് വെച്ചതിന്റെ ആവശ്യം അംഗീകരിക്കത്തില്ല എന്നാണ് അയാൾ ഇതിൽ പറയുന്നത്. ഇതെല്ലാം കൺട്രോൾ റൂമിൽ നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ് GM-ഉം കൂട്ടരും. അതിനിടയിലാണ് വില്ലന്റെ കോള് വരുന്നത്. വില്ലൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടും ഞാൻ പറഞ്ഞ 1 ലക്ഷം കോടിയുടെ കാര്യം മാത്രം പറഞ്ഞിട്ടില്ലല്ലേ? മര്യാദയ്ക്ക് അത് ജനങ്ങളെ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നും പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. ഈ സമയം തന്നെ കുറച്ചപ്പുറത്തായിട്ട് ഒരു ടീം ഇപ്പോൾ കോൾ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും വില്ലൻ എവിടുന്നാണ് വിളിക്കുന്നത് എന്ന കാര്യം മാത്രം അവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ എഴുത്തുകാരനായ തൊഡോറോക്കി ഇപ്പം അവന്റെ ടാബിൽ ആ പത്രസമ്മേളനം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് മറ്റൊരു വീഡിയോ വരുന്നത്. അത് വില്ലൻ ആ ട്രെയിനകത്ത് ബോംബ് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതിനിടയിൽ ആ പൈസയുടെ കാര്യമൊക്കെ വില്ലൻ അതിൽ പറയുന്നുണ്ട്. ഇപ്പൊ കണ്ണാടി വെച്ചാൽ അത് നോക്കി നിൽക്കുമ്പോൾ വേറെയുള്ള ആൾക്കാരൊക്കെ അത് വന്ന് കണ്ടു. എല്ലാവരും ശരിക്കും പേടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ബോംബ് ഇതിനകത്തുണ്ട് എന്ന കാര്യം ഇപ്പൊ പാസഞ്ചേഴ്സിന് കൺഫേം ആയി. അങ്ങനെ ഈ കാര്യം ഇപ്പൊ TVയിലും കൂടെ വന്ന് GM-നും കൂട്ടർക്കും പ്രഷർ കൂടി. ഉടനെ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അതാണ് അവരിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്കൊരു കിടിലം പണി കിട്ടുന്നത്. ഈ ഹയാബുസ പോകുന്ന ട്രാക്കിൽ മറ്റൊരു ട്രെയിൻ കിടക്കുന്നു. പക്ഷികൾ വന്ന് ഇടിച്ചതുകൊണ്ട് കംപ്ലൈന്റ് ആയി കിടക്കാണ്. റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ സമയമെടുക്കും. കൺട്രോൾ റൂമിലുള്ളവർക്ക് ആ ഒരു ഇൻഫർമേഷൻ വളരെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. ഇനിയിപ്പോൾ അവരുടെ മുമ്പിൽ ആകെ ഒരൊറ്റ വഴിയാണുള്ളത്, ഹയാബുസയുടെ ട്രാക്ക് മാറ്റി കൊടുക്കുക. പക്ഷെ അതിനും മറ്റൊരു പ്രശ്നമുണ്ട്. മറ്റേ ട്രാക്കിലൂടെ വേറൊരു ട്രെയിൻ വരുന്നുണ്ട്. അപ്പൊ പിന്നെ അവർക്ക് ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യം, ഹയാബുസ ഇപ്പൊ പോകുന്ന വേഗത 120 ആണല്ലോ, അത് മാക്സിമം കുറച്ച് 105-ലേക്ക് ആക്കണം.
എന്നിട്ട് മറ്റേ ട്രാക്കിൽ പോകുന്ന ട്രെയിൻ ഉണ്ടല്ലോ അതിന്റെ വേഗത മാക്സിമം കൂട്ടണം. അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് മറ്റേ ട്രെയിൻ കടന്നുപോയ ഉടനെ തന്നെ ഹയാബുസയ്ക്ക് ട്രാക്ക് ചേഞ്ച് ചെയ്യാം. ഈ ഒരു തീരുമാനമാണ് അവരിപ്പോൾ എടുക്കുന്നത്. ഇനി നമുക്ക് ആ 3 ട്രെയിനുകളെ നോക്കാം. പക്ഷി ഇടിച്ച് ആ ട്രാക്കിൽ കിടക്കുന്നതും ഒരു പച്ച കളർ ട്രെയിനാണ്. അതിൽ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ടാണ് കിടക്കുന്നത്. ഇതിന്റെ നമ്പർ 3032B. അടുത്ത ട്രാക്കിൽ വരുന്ന ട്രെയിനിന്റെ നമ്പർ 3227B. ഈ ചുവന്ന ട്രെയിൻ. മൂന്നാമത്തേതാണ് നമ്മുടെ ഹയാബുസ. അതിപ്പം ആദ്യത്തെ ട്രെയിൻ കിടക്കുന്ന അതേ ട്രാക്കിലൂടെ തന്നെയാണ് വരുന്നത്. ഇനിയാണ് ഗെയിം പ്ലേ. വേഗത കുറയ്ക്കാൻ വേണ്ടി മോട്ടോയ്ക്ക് നിർദ്ദേശം കിട്ടി. അതിനെ തുടർന്ന് അവൾ വേഗത 105ലേക്കാക്കി. ഇതേസമയം തന്നെ ചുവന്ന ട്രെയിൻ ആണെങ്കിൽ അതിന്റെ വേഗത കൂട്ടി. ഈ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നതിനിടയിൽ നമ്മുടെ തക്കായിച്ചി നേരെ പാസഞ്ചേഴ്സിന്റെ അടുത്ത് ചെന്നിട്ട് എല്ലാവരോടും തല താഴ്ത്തിയിട്ടിരിക്കാൻ പറഞ്ഞു. എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ ഇഞ്ചറി പറ്റാതിരിക്കാൻ. അവരെല്ലാവരും അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ചുവന്ന ട്രെയിൻ പക്ഷി ഇടിച്ച് കിടക്കുന്ന ആ ട്രെയിനെ കടന്നുപോയി. ഈ സമയം അവിടുത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. ചുവന്ന ട്രെയിൻ അതിലെ കടന്നുപോയപ്പോൾ വേഗത കാരണം ആൾക്കാർ ശരിക്കും ആടിപ്പോയി. അങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ചുവന്ന ട്രെയിൻ അങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഹയാബുസയുടെ അടുത്തെത്തി. 2 ട്രെയിനുകൾ ഇപ്പോൾ അടുത്തടുത്ത ട്രാക്കുകളിലാണ്. ഇനി ചുവന്നത് കടന്നുപോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഹയാബുസ ട്രാക്ക് മാറ്റണം. അങ്ങനെ ട്രാക്ക് മാറ്റേണ്ട സ്ഥലത്തെത്തി കഴിഞ്ഞപ്പം ഹയാബുസ വലത്തെ ട്രാക്കിലേക്ക് മാറി. ആ ചുവന്ന ട്രെയിൻ അവിടുന്ന് കടന്നുപോയെങ്കിലും ഹയാബുസ അതിന്റെ അവസാനത്തെ ബോഗിയിലൊന്നിടിച്ചു. എങ്കിലും വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും സേഫ് ആയിട്ട് തന്നെ എല്ലാം ഓക്കെ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബോംബിന്റെ പ്രശ്നം ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല. അതിന് വില്ലന് കാശ് കൊടുത്തേ പറ്റൂ. പക്ഷെ ഗവൺമെന്റ് ആണെങ്കിൽ അതിന് തയ്യാറാവുന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ എഴുത്തുകാരനുണ്ടല്ലോ കണ്ണാടി വെച്ചവൻ തൊഡോറാക്കി, അയാളിപ്പോൾ ട്രെയിനിൽ എല്ലാവരോടുമായിട്ട് ഒരു അനൗൺസ്മെന്റ് നടത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ രക്ഷിക്കാൻ ഗവൺമെന്റ് പൈസ കൊടുക്കാൻ പോകുന്നില്ല. നമ്മുടെ രക്ഷ നമ്മൾ തന്നെ നോക്കണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യും. ഞാനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ചാരിറ്റി അക്കൗണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്യണം, നാട്ടുകാരോട് ആ അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ പറഞ്ഞുകൊണ്ട്. തൊഡോറോയ്ക്ക് അത്രയൊക്കെ വിശദീകരിച്ച് കഴിയുമ്പോൾ അത് നല്ലൊരു ആശയമാണ് എന്നെല്ലാവർക്കും തോന്നി. അവർ ഉടനെ തന്നെ വീഡിയോ ചെയ്യാനും തുടങ്ങി. അങ്ങനെ എല്ലാവരും വീഡിയോ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ അക്കൗണ്ടിലേക്ക് പൈസയും വന്നു തുടങ്ങി. പക്ഷെ വേണ്ടത്ര പൈസ ആവുമെന്ന് തോന്നുന്നില്ല. 100 ബില്യണാണ് വേണ്ടത്. ഇതേസമയം തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഓഫീസർമാർക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. 1975 ഇപ്പം നടക്കുന്ന പോലത്തെ അതേ സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ട്രെയിനിൽ ബോംബ് വെച്ച് 5 മില്യണാണ് ആവശ്യപ്പെട്ടത്. ഇനിയിപ്പോൾ അതിന്റെ ബാക്കി എങ്ങാനുമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് അവരുടെ സംശയം. ഈ 1975 നടന്ന സംഭവം എന്ന് പറയുന്നതും ഒരു സിനിമയാണ് കേട്ടോ. അതിന്റെ പേര് ബുള്ളറ്റ് ട്രെയിൻ എന്നായിരുന്നു. ആ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞ സിനിമ ഇൻസ്പയർ ആയിട്ടാണ് സ്പീഡ് എന്ന് പറയുന്ന സിനിമ ഹോളിവുഡിൽ വന്നത് 1994. ആ സിനിമയുടെ വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ സമയം തന്നെ ട്രെയിൻ ആണെങ്കിൽ കിറ്റാകാമി എന്ന സിറ്റിയിലേക്ക് എത്തി. ഇനി ടോക്കിയോയിലേക്ക് എത്താൻ 453 കിലോമീറ്ററുകൾ മാത്രം. അങ്ങനെ ഇരിക്കുകയാണ് ട്രെയിനിൽ മറ്റൊരു പ്രശ്നം നടക്കുന്നത്. ആ കോട്ടിട്ട തൊപ്പിക്കാരനുണ്ടല്ലോ, അയാൾ മാസ്ക് ധരിച്ചതുകൊണ്ട് ഇത്രയും സമയമായിട്ടും ആരും അയാളെ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ട്രെയിനിലെ വീഡിയോകളും ഫോട്ടോസൊക്കെ കണ്ട് ഏതോ ഒരുത്തൻ ഇപ്പം അയാളെ തിരിച്ചറിഞ്ഞു. അവനത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ തൊപ്പിക്കാരന്റെ പേര് ഗോട്ടോ. ഇയാളൊരു ബിസിനസ്സുകാരനാണ്. ഇയാൾക്കൊരു ട്രാവൽ ഏജൻസിയൊക്കെ ഉണ്ട്. അതിലൊരു ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ച് കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഈ ഗോട്ടോയ്ക്കാണ് എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഇയാൾ ഈ മുഖം മറിച്ച് നടക്കുന്നത്. ഇപ്പൊ ഇയാളും കൂടെ ആ ട്രെയിനിലുള്ളത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ആ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കത്തില്ല, ഈ ട്രെയിൻ പൊട്ടിത്തെറിച്ച് ഗോട്ടോ മരിക്കണം എന്നൊക്കെയാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അവർ പൈസ അയക്കണം എന്നുണ്ടെങ്കിൽ ഈ ഗോട്ടോ പബ്ലിക്കായിട്ട് മാപ്പ് പറയണം. ഇപ്പൊ എല്ലാവരും കൂടെ ഗോട്ടോയെ അതിന് നിർബന്ധിക്കുകയാണ്. പക്ഷെ അയാൾ വഴങ്ങുന്നില്ല. എന്നാൽ പിള്ളേർ വിടുവോ? അവർ ഗോട്ടോയെ ശരിക്കിട്ടിടിച്ചു. അയാൾ ഓടി രക്ഷപ്പെടാനൊക്കെ നോക്കി, പക്ഷെ അയാളെ കൊണ്ട് പറ്റുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ സ്കൂൾ കുട്ടികളുടെ കൂട്ടത്തില് യുസൂക്കി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഗോട്ടോ ഇപ്പം അവളോട് ചെയിൻ വലിക്കാൻ പറഞ്ഞു. ഈ ട്രെയിനിൽ ചെയിൻ അല്ല കേട്ടോ, ഒരു സ്വിച്ചാണ്. ഗോട്ടോയുടെ ആ അവസ്ഥയൊക്കെ കാണുമ്പോൾ മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവൾ ട്രെയിൻ നിർത്തുന്ന ബട്ടൺ ഞെക്കി. അത് കണ്ട് എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി. ഇപ്പൊ ട്രെയിനിന്റെ വേഗത കുറയും, അത് പൊട്ടിത്തെറിക്കും. അത് മാത്രമാണ് എല്ലാവരുടെയും മനസ്സിൽ. പക്ഷെ അവർ വിചാരിച്ച പോലെയല്ല. ആ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ട്രെയിൻ നിൽക്കത്തില്ല. ഡ്രൈവറുടെ ക്യാബിൽ ഒരു അലാറം അടിക്കത്തേ ഉള്ളൂ. തക്കായിച്ചി ആ കാര്യം പറയുമ്പോഴാണ് എല്ലാവർക്കും ഒന്ന് ആശ്വാസമാകുന്നത്. ഈ സമയമാകുമ്പോഴേക്കും നല്ല ഇടി കിട്ടി ഗോട്ടോയുടെ ബോധം പോയി. ട്രെയിനിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ ഇപ്പം അയാളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. കൺട്രോൾ റൂമിലുള്ളവർ ഇപ്പോൾ ഒരു ചർച്ചയിലാണ്. അതായത് ഹയാബുസയുടെ അവസാനത്തെ ബോഗിയിൽ ഒരു ബോംബുണ്ട്. അവിടെ മാത്രമല്ല ട്രെയിനിന്റെ വേറെ പല ഭാഗങ്ങളിലും ബോംബുണ്ട്. അപ്പൊ അവസാനത്തെ ആ ബോഗി മാത്രം അൺകപ്പിൾ ചെയ്യണം. അതായത് ആ ട്രെയിനിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ വരുമ്പോൾ അതിന്റെ വേഗത കുറഞ്ഞിട്ട് അത് പൊട്ടിത്തെറിക്കും. അങ്ങനെ ആ പൊട്ടിത്തെറിക്ക് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു റെസ്ക്യൂ ട്രെയിൻ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഹയാബുസയുടെ നേരെ പുറകിൽ നിർത്തുക. രണ്ടും ഒരേ വേഗതയിൽ വേണം പോവാൻ. ഈ സമയം ഹയാബുസയിൽ നിന്നൊരു ബ്രിഡ്ജ് കിട്ടിട്ട് ആൾക്കാരെ മൊത്തം റെസ്ക്യൂ ട്രെയിനിലേക്ക് മാറ്റാം. പക്ഷെ ട്രെയിൻ ഇത്രയും വേഗതയിൽ പോകുന്നതുകൊണ്ട് അതത്ര എളുപ്പമല്ല. മാത്രമല്ല മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബുള്ളറ്റ് ട്രെയിനിന്റെ ഒരു ബോഗി അങ്ങനെ അൺകപ്പിൾ ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ ബ്രേക്ക് അപ്ലൈ ആവും. അത് ATC ഓഫ് ആണെങ്കിൽ പോലും. അതുകൊണ്ട് ആ ബ്രേക്കിംഗ് സിസ്റ്റം ആദ്യം ഡിസേബിൾ ചെയ്യണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. എഞ്ചിനീയർമാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. ഒരു സർവീസ് ട്രെയിൻ ഹയാബുസയുടെ പാരലൽ ആയിട്ട് വരട്ടെ, ഒരേ സ്പീഡിൽ.
എന്നിട്ട് ഒരു കയറ് കണക്ട് ചെയ്ത് സർവീസ് ട്രെയിനിൽ നിന്നും ടൂൾസ് ഒക്കെ ഹയാബുസയിലേക്ക് മാറ്റാം. അങ്ങനെ ടൂൾസ് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ സർവീസ് ട്രെയിനിൽ തിരിച്ചു പോവാം. പിന്നീടുള്ള പണി എഞ്ചിനീയർമാർക്കാണ്. അവർ വീഡിയോ കോൾ ചെയ്ത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് ട്രെയിനിലുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷെ ഇതെല്ലാം ചെയ്യേണ്ടത് ട്രെയിൻ 120 കിലോമീറ്റർ വേഗതയിൽ ഓടുമ്പോഴാണ്. അതുമാത്രമാണ് റിസ്ക്. എങ്കിലും ഇതല്ലാതെ അവരുടെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം പ്ലാൻ ചെയ്ത പോലെ തന്നെ സർവീസ് ട്രെയിൻ ഹയാബുസയുടെ അടുത്തേക്ക് എത്തി. ഇപ്പൊ 2 ട്രെയിനുകളും ഒരേ വേഗതയിൽ പാരലായിട്ടാണ് ഓടുന്നത്. അങ്ങനെ സ്പീഡെല്ലാം സെറ്റാക്കിയതിനു ശേഷം റോപ്പ് കണക്ട് ചെയ്ത് വേഗം തന്നെ അവർ ടൂൾസ് ഒക്കെ കൈമാറി. അതിനുശേഷം സർവീസ് ട്രെയിൻ അവിടുന്ന് പോയി. ഇനി അടുത്ത ജോലി എഞ്ചിനീയർമാരുടേതാണ്. അവരിപ്പോൾ യാർഡിൽ നിന്നുകൊണ്ട് തന്നെ വീഡിയോ കോളിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ ഹയാബുസയിലെ ആൾക്കാർക്ക് വിശദീകരിച്ചു കൊടുത്തു. ട്രെയിനിൽ ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ടായിരുന്നു, ഒരു മൊട്ടത്തലൻ. എഞ്ചിനീയർമാർ പറഞ്ഞു കൊടുത്ത പോലെ അയാൾ ആ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം ഡിസേബിൾ ചെയ്തു. അത് സിമ്പിളായിരുന്നു. പക്ഷെ ഇനിയാണ് ടാസ്ക്. അവസാനത്തെ ബോഗി അൺകപ്പിൾ ചെയ്യണം. അത് അൺകപ്പിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു നെട്ട് ഊരാനുണ്ട്. ഒരു സ്പാനർ വെച്ച് തക്കായിച്ച് തന്നെ അത് തിരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം വേറെ ചില ടൂൾസും കൂടെ ഉപയോഗിച്ചിട്ട് അവർ അവസാനത്തെ ബോഗി അൺകപ്പിൾ ചെയ്തു. എന്നാൽ ഈ സമയത്ത് തക്കായിച്ചയാണെങ്കിൽ ആ അൺകപ്പിൾ ചെയ്ത ബോഗിയിൽ പെട്ടുപോയിരിക്കുകയാണ്. അതിപ്പോൾ പുറകിലേക്ക് നീങ്ങാനും തുടങ്ങി. ഇനി ഏത് സമയം വേണമെങ്കിൽ അതിന്റെ വേഗത കുറഞ്ഞ് അത് പൊട്ടിത്തെറിക്കും. അത് അറിയാവുന്നതുകൊണ്ട് തന്നെ തക്കായിച്ച് മെയിൻ ട്രെയിനിലേക്ക് ഒരൊറ്റ ചാട്ടും. അയാൾ സേഫായിട്ട് തന്നെ ലാൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അൺകപ്പിൾ ചെയ്ത ബോഗിയുടെ വേഗത കുറഞ്ഞ് അതിന്റെ അടിയിലെ ബോംബ് ആക്ടിവേറ്റ് ആയി. പെട്ടെന്ന് തന്നെ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ആർക്കും ഒരു കുഴപ്പവും പറ്റിയില്ല. ഇനിയാണ് പ്ലാന്റെ അടുത്ത ഘട്ടം. ഒരു റെസ്ക്യൂ ട്രെയിൻ. അതിപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഹയാബുസയുടെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ഓടി ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ റെസ്ക്യൂ ട്രെയിൻ ഹയാബുസയുടെ തൊട്ട പുറകിലെത്തി. അതിന് തുറന്ന് ഹയാബുസയിലുണ്ടായിരുന്ന ആൾക്കാർ റെസ്ക്യൂ ട്രെയിനുമായിട്ട് ഒരു ബ്രിഡ്ജ് കണക്ട് ചെയ്തു. മാത്രമല്ല ആ ബ്രിഡ്ജ് ഇളകി പോകാതിരിക്കാൻ വേണ്ടി 2-3 റോപ്പുകളും കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ ആ ബ്രിഡ്ജിലൂടെ വേണം ഹയാബുസയിലെ ആൾക്കാരെ മാറ്റാൻ. പെട്ടെന്ന് തന്നെ അവർ ആ പണിയും തുടങ്ങി. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മുഴുവൻ പാസഞ്ചേഴ്സിനെയും അവർ റെസ്ക്യൂ ട്രെയിനിലേക്ക് കയറ്റി. അതിനിടയിലാണ് ഹയാബുസയിൽ ഉണ്ടായിരുന്ന ആ ഗോട്ടോ പ്രശ്നം ഉണ്ടാക്കുന്നത്. എനിക്കിനി ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ മൊത്തം തല്ലി പൊളിക്കാൻ തുടങ്ങി. വളരെ കഷ്ടപ്പെട്ടാണ് തക്കായിച്ചി അങ്ങോട്ട് വന്നിട്ട് അയാളെ പിടിച്ചു കെട്ടുന്നത്. അതിനിടയിൽ കുട്ടികളുടെ ടീച്ചർ നോക്കുമ്പോൾ യുസൂക്കി കാണുന്നില്ല. എവിടെയും കാണാത്തതുകൊണ്ട് അവൾ ഹയാബുസയിൽ തന്നെ ഉണ്ടാവുമെന്ന് കരുതി അവർ വേഗം അങ്ങോട്ട് നടന്നു. എന്നാൽ അവർ പോയി കഴിഞ്ഞപ്പോൾ അവരെ ഫോളോ ചെയ്തുകൊണ്ട് ആ ഷുഗർ മമ്മിയും പിന്നെ അവളുടെ അസിസ്റ്റന്റും പോയി. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങളൊരു ഹീറോ അല്ലേ, നിങ്ങളും കൂടെ അവരുടെ കൂടെ ചെല്ലെന്നും പറഞ്ഞ് ബാക്കിയുള്ളവര് നമ്മുടെ എഴുത്തുകാരനെയും ഹയാബുസയിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഹയാബുസയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അതിന്റെ എമർജൻസി ബ്രേക്ക് അപ്ലൈ ആയി. അതിനെ തുടർന്ന് ആ റെസ്ക്യൂ ട്രെയിൻ വളരെ വേഗത്തിൽ വന്നിട്ട് അതിന് പുറകിലിടിച്ചു. ആ ഒരു ആഘാതത്തിൽ എന്തോ ഒരു ഇരുമ്പ് കഷ്ണം കണ്ടക്ടറായ ഫുജിയുടെ പുറത്ത് തുളച്ചു കയറി. ഇതെല്ലാം സെക്കൻഡുകൾ കൊണ്ടാണ് നടന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ട്രെയിൻ പഴയതുപോലെ തന്നെയായി. റെസ്ക്യൂ ട്രെയിൻ തിരിച്ചുപോയി. ഈ സമയമാകുമ്പോഴേക്കും ടീച്ചറാണെങ്കിൽ ആ യുസൂക്കിയെ കണ്ടുപിടിക്കുകയും ചെയ്തു. അവൾ ആ ഹയാബുസയുടെ അകത്ത് തന്നെ വിഷമിച്ചിരിപ്പുണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ തക്കായിച്ചിയും കൂട്ടരും മാത്രം ഹയാബുസയിൽ പെട്ടുപോയി. ഒരാൾക്ക് ഇഞ്ചറി പറ്റുകയും ചെയ്തു. ട്രെയിനിന്റെ പുറകുഭാഗം തകർന്നുകൊണ്ട് അവർക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങാനും പറ്റത്തില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. കൺട്രോൾ റൂമിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. 340 പേരെ അവർ റെസ്ക്യൂ ചെയ്തു. അതിലൊരു ക്രൂ മെമ്പറും 339 പാസഞ്ചേഴ്സുമാണ് ഉണ്ടായിരുന്നത്. ഹയാബുസയിൽ ഇനി ബാക്കിയുള്ളത് 9 പേരാണ്. അതിൽ 3 പേര് ക്രൂ മെമ്പേഴ്സും 6 പാസഞ്ചേഴ്സും. ഇനിയിപ്പോൾ അവരെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തേതുപോലെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ഒന്നും പറ്റത്തില്ല. അതിനുള്ള സമയമില്ല. ഏകദേശം 2.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ട്രെയിൻ ടോക്കിയോയിലേക്ക് എത്താൻ. ഇനിയിപ്പോൾ അതിനെ വെറുതെ വിട്ടാലും പ്രശ്നമാണ്. ട്രെയിൻ എങ്ങാനും ടോക്കിയോയിൽ ചെന്ന് ഇടിച്ച് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അത് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാവും. എത്ര ആൾക്കാർ മരിക്കും എന്ന് പറയാൻ പോലും പറ്റത്തില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ അവരുടെ മുമ്പിലുള്ള പ്രശ്നം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇതേസമയം ട്രെയിനിലുള്ളവരാണെങ്കിൽ മറ്റൊരു ചർച്ചയിലാണ്. എന്ത് സംഭവിച്ചാലും ഈ ട്രെയിൻ ടോക്കിയോയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ വന്നത് നിർത്തിക്കും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അത് ഉറപ്പാണല്ലേ, എങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെ ഒന്ന് വിളിച്ചിട്ട് കാര്യം പറയട്ടെ എന്നും പറഞ്ഞിട്ട് യുസൂക്കി അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് കുറച്ച് പുറകിലേക്ക് നടന്നു. അവളുടെ ആ അവസ്ഥ കാണുമ്പം ബാക്കി എല്ലാവർക്കും വളരെ സങ്കടമായി. ഈ കുട്ടി ഇതിനകത്ത് പെട്ടുപോയല്ലോ എന്നോർത്ത്. അങ്ങനെ അത് നോക്കി നിൽക്കുമ്പോഴാണ് തക്കായിച്ചിക്ക് ഒരു ആശയം തോന്നുന്നത്. അയാൾ ഉടനെ തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് പറയുന്നത് ടോക്കിയോയിൽ നിന്ന് റെയിൽ എക്സ്റ്റെൻഡ് ചെയ്യാനാണ്. അങ്ങനെ വരുമ്പം ഈ ട്രെയിനിന് അവിടെ നിർത്തേണ്ട ആവശ്യമില്ല, അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട്. തക്കായിച്ചി ഇത് പറഞ്ഞു കഴിയുമ്പം അത് നല്ലൊരു ആശയമാണ് എന്നെല്ലാവർക്കും മനസ്സിലായി. അവർ ഉടനെ തന്നെ ടോക്കിയോയിലേക്ക് ഫോൺ ചെയ്യാണ്. ഇനി കാണിക്കുന്നത് യുസൂക്കിയുടെ വീടാണ്. ന്യൂസും കണ്ടുകൊണ്ട് അവളുടെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. ഇയാളെ നമുക്ക് ഒണ്ടേര എന്ന് വിളിക്കാം. അയാൾക്കിപ്പം മകളുടെ കോള് വന്നു. അയാൾ ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പം യുസൂക്കി അയാളുടെ അടുത്ത് ഒരു കാര്യം വെളിപ്പെടുത്താണ്. അതെ, ട്രെയിനിൽ ബോംബ് വെച്ചിരിക്കുന്നത് ഈ യുസൂക്കിയാണ്. അത് കേട്ട ഒണ്ടേരയാണെങ്കിൽ തമാശയായിട്ടാണ് അത് എടുത്തത്. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ അത് തമാശയല്ല എന്ന കാര്യമൊക്കെ മനസ്സിലായി. ആ വീട്ടിനകത്തും ട്രെയിനിലുള്ളതുപോലത്തെ ഒരു ബോംബ് ഇരിക്കുന്നു. അവസാനമായിട്ട് ഒരു കാര്യമാണ് അവൾ അവളുടെ അച്ഛനോട് പറയുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഈ ലോകത്തെ ഞാൻ വെറുക്കുന്നു. അപ്പോഴേക്കും ആ ബോംബ് പൊട്ടിത്തെറിച്ചു. അങ്ങനെ അയാളുടെ പണി തീർത്തതിന് ശേഷം യുസൂക്കി ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവളുടെ ഫോൺ എടുത്ത് നേരെ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുകയാണ്. എല്ലാവരും കേൾക്കുകയാണ് അവൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അവൾ പറയുന്നത് കേട്ട് എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി. ട്രെയിനിൽ ബോംബ് വെച്ച് ഞാനാണ്. എനിക്ക് വേണ്ടത് പൈസയായിരുന്നില്ല, എൻ്റെ അച്ഛൻ്റെ ജീവനായിരുന്നു. അതെനിക്ക് കിട്ടി.
ഇനി എങ്ങനെ ആ ബോംബ് ഡിഫ്യൂസ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ പേര് ഇസൂക്കി. എനിക്കൊരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി എൻ്റെ ഹാർട്ടിലായിട്ടൊരു ഡിവൈസ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ട്രെയിനിലുള്ള ബോംബുകളൊക്കെ ആ ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ആ ബോംബ് നിർവീര്യമാക്കാൻ ഇവിടെയുള്ള ആരെങ്കിലും എന്നെ ഒന്ന് കൊന്നാൽ മാത്രം മതി എന്നൊക്കെയാണ് അവൾ ആ കൺട്രോൾ റൂമിൽ വിളിച്ചു പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവൾ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ എല്ലാവരും ഒന്ന് നോക്കിയതിന് ശേഷം ഇസൂക്കി പുറകിലത്തെ സീറ്റിൽ ചെന്നിരുന്നു. ഇതേസമയം തന്നെ ടോക്കിയോ സ്റ്റേഷനിലാണെങ്കിൽ റെയിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അതിനുവേണ്ടി അവർ റെയിലൊക്കെ കട്ട് ചെയ്തു. അതിനിടയിൽ ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളവർ ഇസൂക്കിയെ കുറിച്ച് ഒരു അന്വേഷണം നടത്തി. എന്നിട്ട് മുഴുവൻ ഡീറ്റെയിൽസും കളക്ട് ചെയ്തു. അതായത് ഇവളുടെ അച്ഛൻ ഒണ്ടേര പഴയൊരു പോലീസുകാരനാണ്. 1975 ഒരുത്തന്നെ ട്രെയിനിൽ ബോംബ് വെച്ചല്ലോ. അന്ന് അവനെ പിടിക്കാൻ ചെന്ന ടീമിൽ ഈ ഒണ്ടേര ഉണ്ടായിരുന്നു. അന്ന് ബോംബ് വെച്ചതിന്റെ പേര് കോഗ എന്നാണ്. പക്ഷെ പോലീസ് ടീം അയാളെ പിടിക്കാൻ ചെന്നപ്പോൾ സ്വയം ബോംബ് പൊട്ടിച്ചിട്ട് അയാൾ മരിച്ചു. ആ ഒരു ആത്മഹത്യ അയാൾ അഭിമാനത്തോടെ സ്വീകരിച്ചതായിരുന്നു. എന്നാൽ പുറത്തു വന്ന വാർത്ത അങ്ങനെയായിരുന്നില്ല. ഒണ്ടേര അയാളെ വെടിവെച്ച് കൊന്നു എന്ന രീതിയിലാണ്. അതുകൊണ്ട് നാട്ടുകാർക്കിടയിൽ ഒണ്ടേര ഒരു ഹീറോ ആയിട്ട് മാറി. ഒണ്ടേരയാണെങ്കിൽ അത് താരാക്കുകയും ചെയ്തു. അന്ന് അയാൾ പറഞ്ഞുകൊണ്ട് നടന്നത് ഈ ബുള്ളറ്റ് ട്രെയിൻ ഇപ്പോഴും നിലനിൽക്കുന്നത് താൻ കാരണമാണെന്നൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ എന്തിന് യൂസൂക്കി അച്ഛനെ കൊന്നു, എങ്ങനെ അവൾ ട്രെയിനിൽ ബോംബ് വെച്ചു, അതും എന്തിന്, അതിന് മാത്രം അവർക്കൊരു ഉത്തരം കിട്ടിയില്ല. അതുകൊണ്ട് അവർ പിന്നെ റിസർച്ച് ആരംഭിച്ചു. അവളുടെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്തപ്പം അവളുടെ പോസ്റ്റൊക്കെ വായിച്ചതിൽ അവൾ ഈ ലോകത്തെ വെറുക്കുന്നുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. പിന്നീട് സെർച്ച് ചെയ്തപ്പം അവർക്കൊരു ചാറ്റ് കിട്ടി. അതിൽ ഒരുത്തനോട് ഈ ബോംബ് വെക്കുന്നതിനെ കുറിച്ചൊക്കെ അവൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളാണ് ഇവളെ ബോംബ് വെക്കാൻ സഹായിച്ചത് എന്ന കാര്യം പോലീസുകാർക്ക് മനസ്സിലായി. അങ്ങനെ അവന്റെ ലൊക്കേഷൻ കണ്ടെത്തി പോലീസുകാർ അങ്ങോട്ടെത്തി. അവനൊരു 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. ഇവന്റെ പേര് തോഷി. 1975 ബോംബ് വെച്ച ആ കോഗയുണ്ടല്ലോ, അയാളുടെ മകനാണ് ഇവൻ. ഈ സമയം തന്നെ ട്രെയിൻ ആണെങ്കിൽ ഒരു വയലൊക്കെ പാസ് ചെയ്തു പോയി. ഇനി ടോക്കിയോയിലേക്ക് 231 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഈ സമയം തന്നെ തക്കായിച്ചിയും കൂട്ടരും അവരുടെ അടുത്ത പ്ലാനിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അതിനിടയിൽ പരിക്കുപറ്റി കിടക്കുന്ന ഫുജിയുടെ ദേഹത്ത് നിന്നും നല്ല രീതിയിൽ ചോര വരുന്നുണ്ട്. മാത്രമല്ല അവന് ബോധം പോയി. ഉടനെ തന്നെ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പണിയാണ്. അതുകൊണ്ട് തക്കായിച്ചി വേഗം എഴുന്നേറ്റ് യൂസൂക്കിയുടെ അടുത്തേക്ക് വന്നു. എന്റെ അവളുടെ അടുത്ത് കെഞ്ചി നോക്കി. ആ ഫുജി അവനൊരു പാവമാണ്. അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ ഉടനെ മരിക്കും. അതുകൊണ്ട് നീ നിന്റെ വാശിയൊന്നും അവസാനിപ്പിക്കും. പക്ഷെ തക്കായിച്ചി എങ്ങനെയൊക്കെ താണു കേണ് നോക്കിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ട്രെയിൻ നിൽക്കണമെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലുക തന്നെ വേണം എന്ന് തന്നെയാണ് യൂസുക്കി പറയുന്നത്. അതെല്ലാം കേൾക്കുന്ന തക്കായിച്ചിക്കാണെങ്കിൽ ശരിക്കും ഭ്രാന്ത് പിടിച്ചു. പക്ഷെ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയത്തില്ല. ഈ സമയത്താണ് കൺട്രോൾ റൂമിലുള്ളവർക്ക് ഒരു പ്രശ്നം വരുന്നത്. ടോക്കിയോയിൽ റെയിൽ എക്സ്റ്റൻഷൻ നടക്കുമായിരുന്നല്ലോ, അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ട്രെയിനിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടോക്കിയോയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ചെയ്തു തീർക്കണമെന്ന്. ആ നിർദ്ദേശം കിട്ടിക്കഴിയുമ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് അവർക്കും ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എല്ലാവരും ഇപ്പം ദയനീയമായിട്ട് നോക്കുന്നത് ആ പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസറിനെയാണ്, സസാക്കി. പക്ഷെ അവനും ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിസ്സഹായനായിട്ട് എല്ലാവരുടെ മുമ്പിൽ ഒന്ന് വണങ്ങാൻ മാത്രമേ അവനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. അങ്ങനെ ഓർഡർ കിട്ടിയതിനെ തുടർന്ന് ടോക്കിയോയിൽ നടന്നുകൊണ്ടിരുന്ന ആ റെയിൽ എക്സ്റ്റൻഷന്റെ പരിപാടിയൊക്കെ അവർ നിർത്തിവെച്ചു. അവിടുത്തെ ജോലിക്കാരും വല്ലാത്തൊരു വിഷമത്തിലാണ്. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ തക്കായിച്ചിക്കും കോൾ വന്നു. റെയിൽ എക്സ്റ്റൻഷൻ നടക്കത്തില്ല, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ട്രെയിൻ ടോക്കിയോയിൽ എത്തുന്നതിന് മുമ്പേ ചെയ്യണം. അതുകൊണ്ട് ഇനി എല്ലാം നിന്റെ കയ്യിലാണ്. കമാൻഡറായ കസാഗിയാണ് അതിപ്പോ തക്കായിച്ചിയെ വിളിച്ചറിയിക്കുന്നത്. അതും കൂടെ ആയപ്പോൾ തക്കായിച്ചിയുടെ ഭാവം മൊത്തം മാറി. അയാൾ ദേഷ്യത്തോടെ ചെന്ന് ആ യൂസുക്കിയുടെ കഴുത്തിനോടിച്ചു. അവളാണെങ്കിൽ ഒന്നും പ്രതികരിക്കാതെ നെഞ്ചും വിരിച്ച് നിൽക്കുകയാണ്. മരണം അതുതന്നെയാണ് അവൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ തക്കായിച്ചിക്ക് അവളെ കൊല്ലാൻ പറ്റുന്നില്ല. ആദ്യം അവളുടെ കഴുത്തിനൊന്ന് പിടിച്ചെങ്കിലും പിന്നീട് അയാൾ അവളെ കെട്ടിപ്പിടിക്കുകയാണ്. അത് കാണുന്ന യൂസുക്കിയുടെ കൺട്രോളും പോയി. അവളിങ്ങനെ ഉറക്കെ പൊട്ടിക്കരയാൻ തുടങ്ങി. ഈ ലോകത്ത് എനിക്ക് ആരുമില്ല, പിന്നെ എന്തിനാണ് എന്നെ കൊല്ലാതിരിക്കുന്നത് എന്നൊക്കെയാണ് ആ കരച്ചിലിനിടയിൽ അവളിങ്ങനെ വിളിച്ചു പറയുന്നത്. അങ്ങനെ സമയം വൈകുന്നേരമായി. ട്രെയിൻ ഇപ്പോൾ വളരെ വിശാലമായ ഒരു പാടത്തിന് മുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേസമയം തന്നെ ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാരാണെങ്കിൽ ആ തോഷിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. മെയിൻ ഓഫീസർ വീഡിയോ കോളിലാണ് അവനോട് സംസാരിക്കുന്നത്. തോഷി ഇപ്പം എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു. ഈ യൂസൂക്കിക്ക് വല്ലാത്തൊരു ജീവിതമാണ്. അവളുടെ അച്ഛൻ ഒരു ആൺകുട്ടിയെ വേണമെന്നായിരുന്നു, പക്ഷെ ജനിച്ചതോ പെൺകുട്ടിയും. മാത്രമല്ല കുട്ടിക്ക് അസുഖവും ഉണ്ട്. അതുകൊണ്ട് അയാൾക്ക് അവളെ തീരെ ഇഷ്ടമല്ലായിരുന്നു. പിന്നീട് അവളുടെ അമ്മ കൂടെ മരിച്ചു കഴിഞ്ഞപ്പം അയാൾ അവളെ വല്ലാണ്ട് ഉപദ്രവിക്കാനും തുടങ്ങി. മകളെപ്പോലെ ആയിരുന്നില്ല അയാൾ അവളെ കണ്ടത്. ഒരിക്കലും അയാളുടെ മകളായിട്ട് ജനിക്കരുതായിരുന്നു എന്നൊക്കെ അവക്കും തോന്നി തുടങ്ങി. ഒരു വല്ലാത്ത ജീവിതം. പിന്നെ ഞാൻ ആരാണ് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. 1975 ബോംബ് വെച്ച കോഗയുടെ മകനാണ് ഞാൻ. അന്ന് എൻ്റെ അച്ഛൻ ആത്മാഭിമാനത്തോടെ സ്വയം മരണം ഏറ്റുവാങ്ങിയതാണ്. പക്ഷെ യൂസൂക്കിയുടെ അച്ഛൻ അത് അയാളുടെ പേരിലാക്കി. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ ജനങ്ങളുടെ മുമ്പിൽ കുറ്റക്കാരൻ മാത്രമായി. അതിനെനിക്ക് പ്രതികാരം ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊരു വഴി ആലോചിച്ചിരിക്കുന്ന സമയത്താണ് യൂസൂക്കി എന്നോട് കാര്യങ്ങൾ പറയുന്നത്. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ആ ഒട്ടേറെ പറഞ്ഞു നടന്നത് ഈ ബുള്ളറ്റ് ട്രെയിൻ എന്ന പ്രസ്ഥാനം നിലനിൽക്കുന്നത് തന്നെ അയാൾ കാരണമാണെന്നാണ്. ആ ഒരു കാര്യം കൊണ്ടാണ് യൂസൂക്കി ബുള്ളറ്റ് ട്രെയിനിൽ ബോംബ് വയ്ക്കാൻ തീരുമാനിച്ചത്. അവൾക്ക് അവളുടെ അച്ഛനോടുള്ള വെറുപ്പിന്റെ പ്രതീകമാണ് ഈ ട്രെയിൻ സർവീസ്. അയാളോട് എനിക്ക് പ്രതികാരം ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ അവളെ സഹായിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി ആ ട്രെയിനിൽ എത്ര ബോംബുകൾ കൂടെ ഉണ്ട് എന്നും കൂടെ തോഷി അവർക്ക് പറഞ്ഞു കൊടുത്തു.
അതിനെ തുടർന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വേഗം തന്നെ കൺട്രോൾ റൂമിൽ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവർ പുതിയൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. അതായത് തോഷി പറഞ്ഞത് പ്രകാരം 1ാമത്തെ ബോഗിയിലും പിന്നെ 4ാമത്തെ ബോഗിയിലും 6ാമത്തെ ബോഗിയിലുമാണ് ഇനി ബോംബുള്ളത്. പിന്നെയുള്ളത് 7ാമത്തെയും 8ാമത്തെയും ബോഗികൾ. അതിലാണ് തക്കായിച്ചിയും കൂട്ടിലുള്ളത്. അപ്പൊ അവരുള്ള 7ാമത്തെയും 8ാമത്തെയും ബോഗികൾ അങ്ങോട്ട് പാളം തിരിച്ച് മറിച്ച് കളയാം, അധികം പബ്ലിക് ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച്. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ 6 ബോഗികൾ മുന്നിലേക്ക് പോയി പൊട്ടിത്തെറിച്ചാലും ആളപായം ഉണ്ടാവത്തില്ല, തക്കായിച്ചിയും കൂട്ടർ സേഫ് ആവുകയും ചെയ്യും. ഈ ഒരു പ്ലാനാണ് അവരുണ്ടാക്കുന്നത്. അവർ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ കോൾ വഴി ട്രെയിനിലിരിക്കുന്നവരും കേൾക്കുന്നുണ്ട്. അവരും ഇപ്പം അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്ലാൻ റെഡിയാക്കിയതിന് ശേഷം ഗവൺമെന്റിന്റെ മെയിൻ ആൾക്കാരെല്ലാവരും കൂടെ വീഡിയോ കോളിലും മറ്റുമായിട്ട് ഒരു മീറ്റിംഗ് കൂടി. 120 കിലോമീറ്റർ വേഗതയിലാണ് ആ ട്രെയിൻ ഇപ്പോൾ പോകുന്നത്. അത്രയും വേഗതയിൽ പുറകിലത്തെ ബോഗികൾ അൺകപ്പിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ഉറപ്പായിട്ടും പാളം തെറ്റും. അങ്ങനെ വരുമ്പോൾ വലിയൊരു പൊട്ടിത്തെറിയായിരിക്കും ഉണ്ടാവുക. ആ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എങ്കിലും ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ ആ പെണ്ണിനെ കൊല്ലാന്നല്ലാതെ മറ്റൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് അവരതിന് പെർമിഷൻ കൊടുത്തു. പെർമിഷൻ കിട്ടിയ ഉടനെ തന്നെ കൺട്രോൾ റൂമിലുള്ളവർ പണി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ സമയം രാത്രി. ട്രെയിൻ ഇപ്പം അടുത്ത സിറ്റിയിലേക്ക് എത്തി. ഇനി ടോക്കിയോയിലേക്ക് 160 കിലോമീറ്റർ മാത്രം. ഈ സമയം തന്നെ തക്കായിച്ചി ആണെങ്കിൽ ബാക്കിയുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു. ഞാനിപ്പോൾ ഡ്രൈവറായ മോട്ടോയുടെ അടുത്തേക്ക് പോവാണ് അവളെ വിളിച്ചുകൊണ്ട് വരാൻ. അപ്പോഴേക്കും നിങ്ങൾ ഇവിടേക്ക് കുഷ്യൻസ് ഒക്കെ സെറ്റ് ചെയ്യും. നമ്മൾ വല്ലാത്തൊരു സാഹസത്തിലേക്കാണ് പോകുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. രക്ഷപ്പെടുകയാണെങ്കിൽ ഇഞ്ചുറി കുറയ്ക്കാൻ ആ കുഷ്യൻസ് സഹായിച്ചേക്കും എന്നും പറഞ്ഞിട്ട് തക്കായിച്ചി ഇപ്പോൾ ഡ്രൈവർ ക്യാബിനിലേക്ക് നടന്നു. ബാക്കിയുള്ളവരാണെങ്കിൽ അവിടെ കുഷ്യനൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയും തുടങ്ങി. ഈ സമയം തന്നെ നമ്മുടെ യുസൂക്കി ആണെങ്കിൽ വളരെ സൈലന്റ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. അതിനിടയിൽ ആ ടീച്ചർ വന്ന് അവിടെ ഉണ്ടായിരുന്ന സീറ്റിന്റെ കുഷ്യൻസ് ഒക്കെ വലിച്ചു പറിച്ചെടുത്തു. ഈ സമയം തന്നെ ആ ഗോട്ടോ ആണെങ്കിൽ സീറ്റ് ബെൽറ്റ് സെറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ റെഡിയാക്കാൻ പറ്റുമോ നോക്കാണ്. ആ ഷുഗർ മമ്മിയുടെ അസിസ്റ്റന്റ് ആണെങ്കിലോ അതിൽ കുഷ്യൻ ഉണ്ടാക്കാൻ വേണ്ടി ചില ബാഗുകളൊക്കെ സംഘടിപ്പിച്ചു. ഇതേ സമയം തന്നെ ട്രെയിൻ അതിലെ കടന്നു പോകുന്നത് പാലത്തിന്റെ മുകളിലായിട്ട് കുറെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. അവർ ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ നിന്നുകൊണ്ട് ചില റിപ്പോർട്ടർമാരൊക്കെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ തക്കായിച്ചി ഡ്രൈവറായ മോട്ടോയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ട്രെയിൻ അതേ സ്പീഡിൽ തന്നെ വിട്ട് അവളെയും കൊണ്ട് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് നടന്നു. അതിനിടയിൽ ആ ട്രെയിൻ പാളം തെറ്റിക്കേണ്ട സ്ഥലത്ത് ഫയർഫോഴ്സും പോലീസുകാരൊക്കെ നിരന്നിട്ടുണ്ട്. അവരവരുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്. ഒരു ട്രക്കിൽ നിറയെ ബാരലുകൾ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതും ഒരു തരത്തിലുള്ള കുഷ്യൻസ് ആണ്. പാളം തെറ്റിച്ചു കഴിഞ്ഞാൽ തക്കായിച്ചിയും കൂട്ടിലുള്ള ആ ബോഗിയുണ്ടല്ലോ, അത് നല്ല സ്പീഡിലായിരിക്കും വരിക. അതിനെ തടഞ്ഞു നിർത്താനാണ് ഈ ബാരലുകൾ. ഇതിനകത്ത് വെള്ളമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ അവർ ആ ബാരലുകളൊക്കെ ഇറക്കി അതിൽ വെള്ളം നിറച്ചു. അതിനുശേഷം ഒരു വല വെച്ച് അത് പാളത്തിന് മുകളിലേക്ക് ഉയർത്തുകയാണ്. കുറച്ച് ആൾക്കാർ നേരത്തെ തന്നെ വന്ന ബാരലുകളൊക്കെ ആ പാളത്തിലായിട്ട് ഇങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം ട്രെയിനിലുള്ളവരാണെങ്കിൽ കുഷ്യൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിൽ തന്നെയാണ്. അവരിപ്പോൾ സീറ്റുകളൊക്കെ എടുത്തു മാറ്റി. എമർജൻസി ലൈറ്റും അതിനകത്ത് ഓണാക്കിയിട്ടുണ്ട്. അങ്ങനെ 2-3-4 സീറ്റുകളൊക്കെ ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ചതിന് ശേഷം അവരതൊക്കെ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചു. ഇനി അത് അനങ്ങത്തില്ല. ഈ സമയമാകുമ്പോഴേക്കും തക്കായിച്ചി മോട്ടോയും കൊണ്ട് അങ്ങോട്ട് വന്നു. അതിനുശേഷം എല്ലാവർക്കും അവളെ പരിചയപ്പെടുത്തി. അതിനിടയിൽ ഇപ്പം നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ന്യൂസിൽ കാണിക്കുന്നുണ്ട്. ആ ട്രെയിനിൽ നിന്ന് നേരത്തെ രക്ഷപ്പെട്ട സ്കൂൾ കുട്ടികളുണ്ടായിരുന്നല്ലോ, അവരെല്ലാം ബസ്സിലിരുന്നു കൊണ്ട് ഈ ന്യൂസ് എല്ലാം കാണുകയാണ്. എല്ലാവരുടെയും മുഖത്ത് നല്ല ടെൻഷൻ പ്രകടമാണ്, പ്രത്യേകിച്ച് ആ യുസുക്കിയുടെ കാര്യം ആലോചിച്ചിട്ട്. ഇതേ സമയം തന്നെ കൺട്രോൾ റൂമിലുള്ളവരും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതിനിടയിൽ ട്രെയിൻ ആണെങ്കിൽ ഇപ്പൊ കോഗ എന്ന സിറ്റിയിലെത്തി. ഇനി ടോക്കിയോയിലേക്ക് 62 കിലോമീറ്റർ മാത്രം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഒരു 5-8 ആൾക്കാർ ഇപ്പൊ റെയിൽവേ ട്രാക്കിന്റെ മുകളിൽ ഒത്തുകൂടിയിട്ടുണ്ട്. ഇവിടെയാണ് ട്രാക്ക് മാറ്റാനുള്ള സെറ്റപ്പ് ഉള്ളത്. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് അവർ ആ ട്രെയിനിന്റെ പാളം തെറ്റിക്കാൻ പോകുന്നത്. അതിനുള്ള പ്രിപ്പറേഷൻസ് ആണ് അവിടെ നടക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും തക്കായിച്ചിയും കൂട്ടരും അവരുടെ കമ്പാർട്ട്മെന്റിന്റെ അകത്ത് എല്ലാ സെറ്റപ്പും ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ട്രെയിൻ പൊട്ടിത്തെറിക്കല്ലാതെ വേറെ എന്ത് സംഭവിച്ചാലും ആരും മരിക്കത്തില്ല. എല്ലാവരും ബെൽറ്റൊക്കെ ധരിച്ചാണ് ആ സീറ്റിലിരിക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ ആ യുസൂക്കിയും ഉണ്ട്. എല്ലാം ഒപ്പിച്ചത് അവളാണെങ്കിലും അവളിപ്പോൾ വളരെ സൈലന്റ് ആണ്, കുറ്റബോധമുള്ളതുപോലെ. അതിനിടയിൽ ഒരു ധൈര്യത്തിന് നമ്മുടെ എഴുത്തുകാരൻ ഒരു കുപ്പി ഒട്ടിച്ചു. അത് കാണുന്ന ഗോട്ടോയും അത് മേടിച്ചു കുടിച്ചു. ഇതേ സമയം തന്നെ കൺട്രോൾ റൂമിലുള്ളവരൊക്കെ ട്രെയിൻ വരുന്നോ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ട്രെയിൻ കറക്റ്റ് പൊസിഷനിൽ എത്തുമ്പോൾ അവർ നിർദ്ദേശം കൊടുത്തു. അതിനെ തുടർന്ന് പാളത്തിന്റെ മുകളിലുള്ളവർ ട്രാക്ക് തിരിച്ചു. അതോടുകൂടെ ട്രെയിൻ ഇങ്ങനെ നിരങ്ങി നീങ്ങാൻ തുടങ്ങി. അങ്ങനെ പുറകിലത്തെ 2 ബോഗികൾ വേർപെട്ട് ട്രെയിൻ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയി. തക്കായിച്ചും കൂട്ടരുണ്ടായിരുന്ന ബോഗി നിരങ്ങി ആ പാളത്തിന്റെ താഴേക്ക് വീണു. മെയിൻ ട്രെയിൻ ആണെങ്കിൽ കുറെ മുന്നിലേക്ക് ചെന്നിടിച്ചു. വലിയൊരു പൊട്ടിത്തെറിയാണ് പിന്നീട് അങ്ങോട്ട് നടന്നത്. ഇതേസമയം തന്നെ തക്കായിച്ചും കൂട്ടരുള്ള ആ ബോഗി നല്ല സ്പീഡിൽ ആ പാളത്തിലൂടെ ഇങ്ങനെ നിരങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തുള്ള ആൾക്കാരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് അതിനകത്ത് പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ബോഗി നിരങ്ങി നീങ്ങി പാളത്തിൽ കിടന്നിരുന്ന മറ്റൊരു ബോഗിയിലിടിച്ചു. ഒരു ചെറിയ പൊട്ടിത്തെറി അവിടെ നടന്നെങ്കിലും അതിപ്പോ സ്ലോ ആയി. അങ്ങനെ നിരങ്ങി ആ ബോഗി നേരെ ചെന്നിടിക്കുന്നത് അവരവിടെ നിരത്തി വെച്ചിരുന്ന ആ വെള്ളം നിറച്ച ബാരലുകളിലാണ്. അതോടുകൂടെ ആ ബോഗി സ്റ്റോപ്പായി. പിന്നീട് കുറച്ച് സമയത്തേക്ക് നിശബ്ദത, ആരുടെ അനക്കമില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം 2-3 ആൾക്കാർ ആ ബോഗിയിലേക്ക് ചെന്ന് നോക്കി. ഇതെല്ലാം അവിടുത്തെ ക്യാമറയിലൂടെ കൺട്രോൾ റൂമിലുള്ളവരും കാണുന്നുണ്ട്. പക്ഷെ ക്ലിയർ അല്ല, അവർ സംസാരിക്കുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. തക്കായിച്ചിക്കും കൂട്ടർക്കും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്നവർ വിളിച്ചു പറയുമ്പോൾ കൺട്രോൾ റൂമിലുള്ളവർക്കൊക്കെ സന്തോഷമായി. എല്ലാവരും കൈയടിക്കുകയാണ്. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഒത്തൊരുമയോടെ അവർ ഈ മിഷൻ കംപ്ലീറ്റ് ആക്കി.
ഈ സമയം തന്നെ പരിക്ക് പറ്റിയ ഫ്യൂജിയെ കുറച്ച് പേര് ആംബുലൻസിലേക്ക് കയറ്റി. തക്കായിച്ചി അവിടെ ഉണ്ടായിരുന്നു. ഫ്യൂജിക്ക് ഇപ്പോഴും ബോധമില്ല, എങ്കിലും അവൻ നോർമൽ ആയിക്കോളും. ആംബുലൻസിൽ അവനെ കൊണ്ടുപോകുമ്പോൾ ആ ഒരു സമാധാനത്തിലാണ് അയാൾ. ഈ സമയം തന്നെ യുസൂക്കിയെ മറ്റൊരു ആംബുലൻസിലേക്ക് കയറ്റി. ആ ആംബുലൻസിനകത്ത് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റർ ഇരിക്കുന്നുണ്ട്. അയാളിപ്പം അവളുടെ അടുത്തൊരു കാര്യം പറയാണ്. ഈ ലോകത്തുള്ളവരെല്ലാവരും തന്നെ മോശക്കാരാണ് എന്നല്ലേ നീ വിചാരിച്ചിരിക്കുന്നത്? പക്ഷെ നീ ഇത് നോക്കിക്കേ, ആ എഴുത്തുകാരൻ ഉണ്ടാക്കിയ അക്കൗണ്ടാണിത്. നീ ആവശ്യപ്പെട്ട 100 മില്യണും നാട്ടുകാർ തന്നെ ആ അക്കൗണ്ടിലേക്ക് ഇട്ടു. ഇതിൽ നിന്നും നല്ലവരാണ് ഇവിടെ ജീവിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എന്ന കാര്യം നിനക്ക് മനസ്സിലായിക്കൂടെ? അയാൾ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ വളരെ അത്ഭുതത്തോടെ അവൾ അയാളുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ മേടിച്ചു നോക്കി. എന്നിട്ട് എന്തോ ആലോചിച്ച് അവൾ തിരിയുമ്പോൾ അവളെ നോക്കിക്കൊണ്ട് ആ തക്കായിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇയാളായിരിക്കും അവൾ കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ. അയാൾക്ക് വേണമെങ്കിൽ ആദ്യമേ ആ ട്രെയിനിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അയാളത് ചെയ്തില്ല. അങ്ങനെ ഉടനെ തന്നെ ഈ സൂക്കിയും കൊണ്ട് ആംബുലൻസ് അവിടെ നിന്ന് പോയി. ഈ സമയം തക്കായിച്ച് നോക്കുമ്പോൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അവിടെ ചായയും കുടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അത് കാണുമ്പോൾ തക്കായിച്ചിക്ക് സന്തോഷമായി. അതിനിടയിലാണ് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ തക്കായിച്ചിയുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് എല്ലാവരും കൂടെ അയാൾക്കൊരു കൺഗ്രാജുലേഷൻ കൊടുക്കുകയാണ്. അയാളില്ലായിരുന്നെങ്കിൽ അവരുടെ ഈ മിഷൻ സക്സസ് ആവത്തില്ലായിരുന്നു. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.